കിടക്കര മൂട്. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് കടന്നു വരാൻ ഇങ്ങനെ. എത്ര നേരമായി ഗവർണർ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങ് നോക്കുമോ പിണൂജി. പിണങ്ങരുതേ അരുതേ അരുതേ, തെരഞ്ഞെടുപ്പല്ലേ പിണങ്ങരുതേ. ശരിയാകില്ല, ശരിയാകില്ല, ശരിയാകില്ല. ഒന്നിച്ച് പോകാന്ന് വെച്ചാൽ സമ്മതിക്കൂല. പ്രത്യേകിച്ച് പ്രോഡക്റ്റ് എവിടെ നിന്നാണെന്ന് അറിയാലോ. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് വലിയ കാര്യത്തിൽ ഇങ്ങ് പൊക്കി വെച്ചത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാനായി ഇഷ്ടം. ഒപ്പം തുടരും എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ കീച്ചൽ. എന്നിട്ട് എന്താടോ തിരിഞ്ഞു പോയോ? ഇടയ്ക്ക് തിരിച്ചു വിളിക്കണം. ഇത് ശരിയാകില്ല. ഞങ്ങൾ ഇത് അംഗീകരിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് നല്ല പ്രോഡക്റ്റിനെ തരണം. അതെ അതെ അതെ. ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾ കീ കൊടുക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് മതി. അത് വേണമെന്നില്ല. അവിടെ കേന്ദ്രം അവിടെ എന്താ ലാപ്ടോളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കീ കൊടുക്കുന്ന എന്തെങ്കിലും ഒക്കെ തരാനായിട്ട് പ്രതിപക്ഷമുള്ള സംസ്ഥാനത്ത് ഈ പ്രോഡക്റ്റുകളെ പ്രതീക്ഷിച്ചാൽ മതി. അതെ, ഇതിനപ്പുറം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ പിന്നെ ആമസോൺ ആണല്ലോ, മീഷോയുടെ കയ്യിലിരിപ്പും അല്ല വേണ്ട. സുഹൃത്തുക്കളെ, എന്തൊക്കെയായിരുന്നു ഗവർണർ വന്നപ്പോ. ചായ കുടിപ്പിക്കുന്നു, പഴംപൊരി കൊടുപ്പിക്കുന്നു, മുട്ട തീറ്റിക്കുന്നു, ചട്ടിയും കലും നടക്കാൻ വിളിച്ചു. അതെ, നടക്കാൻ വിളിക്കുന്നു. ഗവർണർ മറ്റേ രാജ്ഭവനിലൂടെ ഉലാത്തുമ്പോ പിണറായി വായി നോക്കി നിൽക്കുന്നു. അപ്പൊ ഗവർണർ പറയുന്നു, വരൂ നമുക്ക് ഇവിടെ ഒന്നിച്ച് നടക്കാം. എന്നിട്ട് എന്തായി? ഗവർണറും തനിക്കുണം കാണിച്ചു, CPM തനിക്കുണം കാണിച്ചു. തിരിച്ചു വിളിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചത് ആണല്ലോ. അതെ, ഞങ്ങൾ CPI ആണ്. CPI കൊണ്ട് എഴുതിപ്പിച്ചാണോ? അല്ല, ഞങ്ങൾ നിങ്ങൾക്ക് അച്ഛനെ എഴുതാൻ അറിയത്തില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടി സ്വീകരിച്ച ഈ ഗവർണറെ ഇനി ഞങ്ങൾ കേരളത്തിന് ആവശ്യമില്ല. അതെ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ അധികാര തുടർച്ചയിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ ശല്യം. എന്താണിത്? ദുരുപയോഗം ചെയ്യുന്നു അവര്. രാജ്ഭവനെ അവര് ദുരുപയോഗം ചെയ്യുന്നു. ആ പ്രതിപക്ഷം ഇരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും കുറെ പേരെ ഇങ്ങനെ ഇറക്കിയിട്ട് ആ രാജ്ഭവനെ അവര് ദുരുപയോഗം ചെയ്യുന്നു. ഞങ്ങൾ അനുവദിച്ചു കൊടുക്കണോ? RSS വൽക്കരിക്കാൻ നോക്കുന്നു. അതെ, പക്ഷെ ആ നടപടി എനിക്ക് തീരെ പിടിച്ചല്ലോ കേട്ടോ. ഈ രാജ്ഭവനിലെ പരിപാടിക്കൊക്കെ ഭാരതാംബേനെ വെക്കേണ്ട കാര്യം എന്താണ്? അത് RSSന്റെ മറ്റേ ഗവർണർ എന്ന് പറയുമ്പോൾ ഭരണഘടനാ പദവിയാണ്. ആ പരിപാടി വേണം കാണിക്കാൻ. ഒരു പാർട്ടികളോട് ഒരു ചായവും പാടില്ല. ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ആ പദവി. അതെ അതെ അതെ. ഇതിപ്പോ ആരിഫ് ഖാനേക്കാൾ മുട്ടനാണല്ലോ മറ്റത് VC-യുടെ പ്രശ്നവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമെന്നെങ്കിലും ഇത് അങ്ങനെയാണോ? RSS നേതാവിനെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൽ മറ്റേ CPI ആണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഇപ്പോ ഗവർണർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖ്യൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യൻ പറഞ്ഞു. അതായത് ഭാരതാംബയുടെ വിഷയത്തൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ പറയാ സാവധാനം ഇന്നലെ നടന്നോളൂ. പിന്നെ മറ്റേതൊക്കെ വേറെ നടന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പ്രതികരിക്കുന്നതാണല്ലോ. പുള്ളിക്ക് ഒരു ടൈമിലല്ലേ അദ്ദേഹം പ്രതികരിക്കുള്ളൂ. പക്ഷേ മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് ഏതോ RSS നേതാവിനെ വിളിച്ച് രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ചില്ലേ? അതിനെതിരെ ഞങ്ങൾ മുഖ്യമന്ത്രി സംസാരിച്ചു. അത് മോശമായി പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്നും. മറ്റേത് സർവകലാശാലയെ നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ രാജ്ഭവൻ മൊത്തം നോക്കേണ്ട അവസ്ഥയില്ല. എന്ത് കഷ്ടമാണ്. പ്രത്യേക നിരീക്ഷണ സംഘത്തെ വെക്കേണ്ടി വരും. അന്നേ ആശാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു 4 വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് മാറുമെന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ല. ഇല്ല, ഞങ്ങൾ പുതിയ ഗവർണർ ഇതായിരിക്കണം ഗവർണർ, ഇങ്ങനെ ആയിരിക്കണം ഗവർണർ. എന്തൊക്കെ തള്ളായിരുന്നു. നിങ്ങൾക്ക് എന്താ ഗവർണറുമായിട്ട് ഒരു കാലത്ത് നിങ്ങൾ അങ്ങോട്ട് ഒത്തുപോവാ? അത് ഞങ്ങളുടെ രാഷ്ട്രീയം വേണ്ടല്ലേ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്. മുക്കേണ്ടത് കാവ്യാണല്ലോ. നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ കാവ്യമയം വരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? കോവിമയം ഞങ്ങൾക്ക് നിങ്ങൾക്ക് റൊഡ്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു പാർട്ടിയുടെ കളർ ചുമലയാന്ന്. ആര് പറഞ്ഞത്? കണ്ടില്ലേ, പുതിയ AKG സെന്ററിന് വരെ മാരാർജി ഭവന്റെ കളറാണ് കൊടുത്തേക്കുന്നത്. മാരാർജി ഭവൻ AKG ഭവൻ ഏതാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മന്ത്രി P. പ്രസാദ് അദ്ദേഹം ഇന്നലെ കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടോ? അതാണ് ഞങ്ങളുടെ നിലപാട് കേട്ടോ. ഞങ്ങൾക്ക് നിലപാട്. ഞങ്ങൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണ്. ഞങ്ങൾ CPI ആണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾ അധികം ഒന്നും പറഞ്ഞില്ലേ? അവൻ മുഖ്യമന്ത്രി പോലും പറഞ്ഞില്ല.
പറഞ്ഞില്ല അവിടെ ഭാരതാംബേനെ വെച്ചേന്റെ. മുഖ്യമന്ത്രി ഇപ്പൊ പറയും, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളും പറയാം കേട്ടോ. അല്ല, എന്തുകൊണ്ട് മുഖ്യം പ്രതികരിക്കുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. സമയമെടുക്കും. ഒരു കാര്യം പഠിച്ച് അതിന് വ്യക്തമായൊരു നിലപാട് വേണം, നിലപാട് സ്വീകരിക്കാൻ നിലപാട് RSSന്റെ കാര്യമാകുമ്പോ പറയാൻ ഇച്ചിരി നിലപാടിന്റെ സമയം ഒരു പേടിയില്ല, ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ നട്ടല് നിവർത്തിയാണ് പറയുന്നവരാണ് കേട്ടോ. അതിന് ഇത്തിരി സമയം എടുക്കും. നിങ്ങൾ പറയുന്ന ടൈം പറയാനല്ല ഞങ്ങൾക്ക് സമയമുള്ളപ്പോ ഞങ്ങൾ പ്രതികരിക്കും. ഈ ഗവർണർ ഇത് സമ്മതിക്കില്ല, ഇത് ഞങ്ങൾ RSSന്റെ സമ്മതിക്കില്ല. സർവകലാശാല ആ നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങളുടെ പിണറായിയോട് പറ, ആരിഫ് ഖാനോട്, ആർലേക്കറിനോട് മറ്റേ ഇമാതിരി പണി ഇവിടെ രാജ്ഭവനിൽ കാണിക്കരുതെന്ന് പറയാനോട് പറയും. മുഖ്യം പറയും. ഇതിപ്പോ നടന്നിട്ട് ഇപ്പൊ നേരം വെളുത്ത് ഇപ്പൊ 48 മണിക്കൂറും കഴിഞ്ഞല്ലോ. ഇനി എപ്പോഴാ പ്രതികരിക്കുക? ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ഗവർണറുമായിട്ട് മര്യാദയ്ക്ക് സഹകരിച്ച് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പുള്ളി അത് തന്നെ വന്നപ്പോ പറഞ്ഞത് സർക്കാരുമായിട്ട് ഒന്നിച്ചു പോകണം, ഒന്നിച്ച് നടക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ കാണിച്ചു കൂട്ടണത്? അപ്പൊ ഞങ്ങള് ഇത്തിരി സമയം എടുക്കും, പഠിക്കട്ടെ, ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്തൊക്കെയാ കാണിച്ചു കൂട്ടണെന്ന് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് പതുക്കെ മാത്രമേ മുഖ്യമന്ത്രി പ്രതികരിക്കുള്ളൂ. സ്റ്റഡി ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ കൊടുക്കും. അതെ, ഞങ്ങൾ ആഴത്തിൽ അവലോകനം ചെയ്യണം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതെ 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 അതെ. RSSന്റെ തോളെ കൈയിട്ട് നടക്കുന്ന ഇവരാണ് ഇത് പറയുന്നത്. RSSന്റെ തോളെ കൈയിട്ട് നിങ്ങൾ RSS നേതാക്കളുമായിട്ട് ബന്ധമുള്ള ആചാര്യൻ ശ്രീ എമ്മുമായിട്ട് ആർക്കാടോ ബന്ധമുള്ളത്? നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് വ്യക്തിപരമായ ബന്ധം. ശ്രീ എം ഇവിടെ കേരളത്തിൽ എപ്പോ വന്നാലും പിണറായിയെ കണ്ട് ഒന്നിച്ചിരുന്ന് ഉണ്ടിട്ടും തീറ്റിച്ചിട്ടേ പോകത്തുള്ളൂ. അത് അവര് വ്യക്തിപരമായ ബന്ധം വലുതായിരിക്കും. യാതൊരു ബന്ധമില്ല. അതെ അതെ അതെ. മോളുടെ കേസ് വന്നപ്പോഴൊക്കെ ആയിരുന്നു ഈ ശ്രീ എം കേരളത്തിൽ വന്നത് കേട്ടോ. വർഗീയതാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് വർഗീയതയ്ക്കെതിരാണ് ഞങ്ങൾ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ തീരുമാനങ്ങൾ അവഗണിക്കുന്നത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. അയ്യോ, എന്താണ് രാജ്ഭവൻ മിക്കവാറും വെള്ളപ്പേന് മാറ്റി കാവ്യടിക്കും തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ കണ്ണു തെറ്റി അപ്പോ ഞങ്ങളെ പിള്ളേരെ അടങ്ങിയിരിക്കൂല. ഒന്നും പ്രതികരിച്ചില്ല. നോക്കട്ടെ, സമയം ഇറങ്ങേണ്ട സമയമാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങേണ്ടി വരും. സമയം എടുക്കും. RSS ആയതുകൊണ്ടാണ് ഈ സമയം എടുക്കല്. ഞങ്ങൾ അനുവദിച്ചു ആയതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് സമയം എടുക്കുന്നു? ഇന്നലെ അങ്ങോട്ട് നടന്നതല്ലേ ഉള്ളൂ, അതിന്റെ ഗ്യാപ്പ് തരൂ. എന്നിട്ട് ഒരു നേതാക്കളും ഇതുവരെ പ്രതികരിച്ചില്ല. പി ശിവൻകുട്ടി പറഞ്ഞല്ലോ, തെറ്റായി പോയിന്ന് പറഞ്ഞല്ലോ. പി പ്രസാദ് എടുക്കുന്നുണ്ട്, അത് തെറ്റായി പോയി. അങ്ങനെയല്ല പറഞ്ഞത്, നിലപാട് തെറ്റായി പോയിന്ന് വി ശിവൻകുട്ടി. നിലപാടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങൾക്ക് 10 പ്രാവശ്യം നിലപാടുണ്ട്. അതെ, നിങ്ങൾക്ക് 10 തന്തയുണ്ട്. 10 തന്നെ നിങ്ങൾക്കുള്ളത്. പിന്നെ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾ AKG സെന്റർ ഇപ്പൊ വന്നു ധ്വജപ്രണാമമായിട്ടുണ്ട്. AKG സെന്ററിന്റെ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടോ? അത് രാജ്ഭവനെ ഭാവിവൽക്കരിക്കാനും അവിടെ മറ്റേ RSSന്റെ നയങ്ങൾ നടപ്പിലാക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. അടിമകൾ കടന്ന് ഇതിൽ കൂന്നുവല്ലാതെ നേതാക്കന്മാരാരും മിണ്ടുന്നില്ല. അതുപോലെ വി ശിവൻകുട്ടി നേതാവല്ലേ, മന്ത്രിയല്ലേ, അദ്ദേഹം പ്രതികരിച്ചു. ബാക്കിയുള്ളവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ പ്രതികരണം, കൃഷി മന്ത്രി പ്രതികരിച്ചതുപോലെ ആര് പ്രതികരിക്കും? ആ പരിപാടി അത് സർക്കാരിന്റെ പരിപാടിയായിരുന്നു രാജ്ഭവനിൽ നടത്താനിരുന്നത്. അത് തന്നെ ബഹിഷ്കരിച്ചതാ കേട്ടോ. അതിലും വലിയ പ്രതികരണം ആരും. ഞങ്ങൾ പോയി പ്രതികരിച്ചിട്ട് വരാം. ധ്വജപ്രണാമം നിങ്ങൾ കൈവച്ചോ? മുണ്ട് പൊക്കി അതിനടി കാവ്യ, എന്നിട്ടാണ് വലിയ ഡയലോഗ് അടിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഒരു സൈഡിൽ കാവ്യ, ഒരു സൈഡിൽ പച്ച. വരെ നിക്കർ വരെ മഴവില്ലിന്റെ കളറായവരാണ് വന്നത് ഡയലോഗ് അടിക്കുന്നത്. പൊലിക്കട മൂട്. ഒലക്കര മൂട്.